നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ 5ാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യത്തെ ഭാഗങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും അനാട്ടമി പഠിച്ചു അല്ലെ. നമുക്കിന്ന് ലീഫിന്റെ അനാട്ടമി പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡൈക്കോട്ടിലിഡൻസ് ലീഫിനെ കുറിച്ചാണ്. അപ്പൊ ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുന്നത് ഡോർസി വെൻട്രൽ ലീഫ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഡോർസി വെൻട്രൽ ലീഫ് എന്ന് അറിയപ്പെടുന്നതെന്ന് അറിയുമോ? ഇപ്പൊ നിങ്ങൾ ഒരു ഡൈക്കോട്ട് ലീഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ അപ്പർ സർഫസും ലോവർ സർഫസും ഡിഫറെന്റ് ആണ് അല്ലെ, കാണാൻ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്നത്. കാരണം ഒരു ഡോർസൽ സർഫസ്, ഒരു വെൻട്രൽ സർഫസ്, അത് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡോർസൽ എന്ന് പറയുമ്പോൾ മുകളിലായിട്ട് കാണപ്പെടുന്ന ഭാഗവും വെൻട്രൽ എന്ന് പറയുമ്പോൾ താഴെ കാണപ്പെടുന്ന സർഫസും ആണ്. ഇപ്പൊ ഡോർസൽ എന്ന് പറയുമ്പോൾ അപ്പർ സർഫസ് ആണ്, വെൻട്രൽ എന്ന് പറയുമ്പോൾ ലോവർ സർഫസ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസ് കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഡൈക്കോട്ടിലിഡൻസ് ലീഫുകളെ നമ്മൾ ഡോർസി വെൻട്രൽ ലീവ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മോണോകോട്സിൽ അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഗ്രാസസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ അപ്പർ സർഫസും ലോവർ സർഫസും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോണോകോട്ടിലിഡൻസ് ലീഫുകളെ ഐസോബൈലാറ്ററൽ ലീവ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡൈക്കോട്സിന്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. ഡൈക്കോട്ട് ലീഫ് ഡോർസി വെൻട്രൽ ലീഫ് എന്നും അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഡി എന്നുള്ള ആ ഒരു ലെറ്റർ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. വെർട്ടിക്കൽ സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഡൈക്കോട്ട് ലീഫിന് മെയിൻ ആയിട്ട് 3 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്നാമത്തേത് എപ്പിഡെർമിസ്, പിന്നെ മീസോഫിൽ, ദെൻ വാസ്കുലർ സിസ്റ്റം. അപ്പോ ഡൈക്കോട്ട് ലീഫിൽ വരുന്ന മൂന്ന് മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? എപ്പിഡെർമിസ്, മീസോഫിൽ ആൻഡ് വാസ്കുലർ സിസ്റ്റം. എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആയിരിക്കും അല്ലെ, കവർ ചെയ്ത് കാണപ്പെടുന്ന ആ പോർഷൻ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഡെർമിസ് ബോത്ത് അപ്പർ സർഫസിലും ലോവർ സർഫസിലും കാണുന്നുണ്ട്. ഈ അപ്പർ സർഫസിലെ എപ്പിഡെർമിസിനെ നമ്മൾ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നും താഴെ ലോവർ സർഫസിലായിട്ട് കാണപ്പെടുന്നതിനെ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നുമാണ് വിളിക്കുന്നത്. സോ നമ്മളിപ്പോ ഡൈക്കോട്ട് ലീഫിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. എപ്പിഡെർമിസ്, മീസോഫിൽ, വാസ്കുലർ സിസ്റ്റം, ഈ 3 ഭാഗങ്ങളാണ് ഇതിലുള്ളത്. അതിലെ എപ്പിഡെർമിസ് 2 സൈഡിലും കാണുന്നുണ്ട്, മുകളിലും കാണുന്നുണ്ട്, താഴെയും കാണുന്നുണ്ട്. അപ്പർ സർഫസിൽ കാണപ്പെടുന്ന എപ്പിഡെർമിസിനെ, ആ അപ്പർ സർഫസിനെ കവർ ചെയ്ത് കാണപ്പെടുന്നതിനെ നമ്മൾ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നും ലോവർ സർഫസിനെ കവർ ചെയ്ത് കാണുന്നതിനെ നമ്മൾ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നും വിളിക്കുന്നു. ഇവിടെ എപ്പിഡെർമിസിന് മുകളിലായി എന്ത് കാണുന്നുണ്ട്? ക്യൂട്ടിക്കിൾ കൂടി കാണുന്നുണ്ട്. എപ്പിഡെർമിസിനെ കവർ ചെയ്ത് മുകളിൽ ക്യൂട്ടിക്കിൾ കൂടെ കാണുന്നുണ്ട്. ഈ മുകളിലായിട്ട് കാണുന്നതാണ് അഡാക്സിയൽ എപ്പിഡെർമിസ്, അതിനെ കവർ ചെയ്ത് ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട് അല്ലെ, അതിന് മുകളിലായിട്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ ലോവർ സർഫസിനെ കവർ ചെയ്ത് കാണുന്ന എപ്പിഡെർമിസ് ആണ് അബാക്സിയൽ എപ്പിഡെർമിസ്. ഇവിടെയും എന്ത് കാണുന്നുണ്ട്? ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. ഈ അബാക്സിയൽ എപ്പിഡെർമിസില് അഡാക്സിയൽ എപ്പിഡെർമിസിനേക്കാൾ കൂടുതൽ സ്ട്രോമാറ്റകൾ കാണുന്നുണ്ട്. സ്ട്രോമാറ്റ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പണിംഗ് ആണ് അല്ലെ, മൈന്യൂട്ട് പോർസ് ആണ്. അത് ലോവർ സർഫസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പർ സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ സർഫസിൽ കൂടുതൽ സ്ട്രോമാറ്റ എവിടെ കാണുന്നുണ്ട്? ഡൈക്കോട്ട് ലീഫുകളിൽ കാണുന്നുണ്ട്. ചിലപ്പോ ഈ അപ്പർ സർഫസിൽ സ്ട്രോമാറ്റ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. ചിലപ്പോൾ അപ്പർ സർഫസിൽ സ്ട്രോമാറ്റ കാണപ്പെടണമെന്നില്ല, ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, ചില സമയങ്ങളിൽ കാണുന്നുണ്ടാവും. പക്ഷെ കാണുന്നുണ്ടെങ്കിൽ കൂടെ വളരെ കുറവായിരിക്കും. എവിടെ? അപ്പർ സർഫസിൽ. ലോവർ സർഫസിലാണ് കൂടുതൽ സ്ട്രോമാറ്റ കാണപ്പെടുന്നത്. ഈ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും, അതായത് അഡാക്സിയൽ എപ്പിഡെർമിസിനും അബാക്സിയൽ എപ്പിഡെർമിസിനും ഇടയ്ക്കായിട്ട് വരുന്ന ടിഷ്യൂ ആണ് മീസോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ മീസോഫിലിന്റെ കാര്യമാണ് പറയുന്നത്. ആദ്യം എപ്പിഡെർമിസ് പറഞ്ഞു, അത് കഴിഞ്ഞ് വരുന്ന ഇതാണ് മീസോഫിൽ അല്ലെ. ഈ മീസോഫിൽ എവിടെയാണ് കാണുന്നത്? അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയ്ക്കായിട്ടാണ് കാണപ്പെടുന്നത്. ഈ മീസോഫിൽ എന്ന് പറയുന്ന ആ ഒരു ടിഷ്യൂ പാരൻകൈമ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ആ ഭാഗത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ മീസോഫിലിൽ കാണപ്പെടുന്ന സെല്ലുകളിൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ട്, അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നു. ഈ മീസോഫിലിലെ സെല്ലുകൾ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ആണ്? പാരൻകൈമ സെൽസ് ആണ്.
ഈ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയ്ക്കായിട്ട് വരുന്നതാണ് മീസോഫിൽ എന്ന് പറയുന്നത്. ഈ ഇടയിലായിട്ട് വരുന്ന പോർഷനാണ് മീസോഫിൽ എന്ന് പറയുന്നത്. ഈ മീസോഫില്ലില് പാരൻകൈമ സെൽസ് ആണ് കാണപ്പെടുന്നത്. അവിടെ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. കാരണം അവിടെ ഉള്ള സെല്ലുകളിൽ എന്ത് കാണുന്നുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞു മീസോഫില്ലില് പാരൻകൈമ സെൽസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലെ. രണ്ട് തരത്തിലുള്ള പാരൻകൈമ സെൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പാലിസൈഡ് പാരൻകൈമയും സ്പോഞ്ചി പാരൻകൈമയും. ഈ മുകളിലായിട്ട് കാണപ്പെടുന്നതാണ്, അതായത് അഡാക്സിൽ എപ്പിഡെർമിസിനോട് ചേർന്ന് കാണപ്പെടുന്നതാണ് പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നതാണ് സ്പോഞ്ചി പാരൻകൈമ. ഈ പാലിസൈഡ് പാരൻകൈമ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് അല്ലെ. ഈ ഇലോങ്ങേറ്റഡ് സെൽസ് ഇങ്ങനെ വെർട്ടിക്കലി പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്, അതിങ്ങനെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത് മുകളിലായിട്ട് കാണപ്പെടുന്ന പാരൻകൈമ സെൽസ് ആണ്. ഈ പാലിസൈഡ് പാരൻകൈമയുടെ താഴെയായിട്ട് ലോവർ എപ്പിഡെർമിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന പാർട്ടാണ് സ്പോഞ്ചി മീസോഫിൽ ഓർ സ്പോഞ്ചി പാരൻകൈമ എന്ന് പറയുന്നത്. ഈ സ്പോഞ്ചി പാരൻകൈമയുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ റൗണ്ട് ഓർ ഓവൽ ഷേപ്ഡ് സെൽസ് ആണ് അവിടെ കാണുന്നത്. ഇവിടെ ഇലോങ്ങേറ്റഡ് ആണ് പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത്. എന്നാൽ സ്പോഞ്ചി പാരൻകൈമ റൗണ്ട് ഓർ ഓവൽ ഷേപ്ഡ് സെൽസ് ആണ്. അവിടെ സെല്ലുകളൊക്കെ ലൂസ്ലി അറേഞ്ച്ഡ് ആണ് അല്ലെ. അതിനിടയ്ക്ക് ലാർജ് സ്പേസസ് ആൻഡ് എയർ കാവിറ്റീസ് ഒക്കെ കാണുന്നുണ്ട് ഈ സെല്ലുകൾക്ക് ഇടയ്ക്കായിട്ട്. അപ്പോ മീസോഫിൽ എന്ന് പറയുന്നത് രണ്ട് ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്, പാലിസൈഡ് മീസോഫിൽ ആൻഡ് സ്പോഞ്ചി മീസോഫിൽ. പാലിസൈഡ് മീസോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിസൈഡ് പാരൻകൈമയാണ് അവിടെ കാണുന്നത്. ഈ പാലിസൈഡ് പാരൻകൈമയുടെ പ്രത്യേകത എന്താണ്? ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്, അവ പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പാലിസൈഡ് പാരൻകൈമയുടെ താഴെയായിട്ട് വരുന്നതാണ് സ്പോഞ്ചി പാരൻകൈമ. റൗണ്ട് ഓർ ഓവൽ ഷേപ്ഡ് സെൽസ് ആണ്, ലാർജ് കാവിറ്റീസ് ഉണ്ട് ഇതിനിടയ്ക്കായിട്ട്. അതുപോലെ തന്നെ അത് താഴ്ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. പാലിസൈഡ് പാരൻകൈമയുടെ താഴെയായിട്ട് ലോവർ എപ്പിഡെർമിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോ എപ്പിഡെർമിസും പറഞ്ഞു മീസോഫിലും പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? വാസ്കുലർ സിസ്റ്റം ആണ് അല്ലെ. വാസ്കുലർ സിസ്റ്റത്തിൽ എന്താ ഉൾപ്പെടുന്നത്? വാസ്കുലർ ബണ്ടിൽസ് ആണ്. വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ സൈലവും ഫ്ലോയും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സൈലവും ഫ്ലോയും ആണ് ഈ വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറയുന്നത്. ഈ വാസ്കുലർ ബണ്ടിൽസ് എവിടെ കാണുന്നെന്ന് അറിയുമോ? വെയിൻസിലും മിഡ്രിബിലും ആണ് കാണുന്നത്. ഇതിപ്പോ ഒരു ലീഫ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് അതിന്റെ മിഡ്രിബ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇങ്ങനെ വരുന്നതാണ് വെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വെയിൻസിലും മിഡ്രിബിലും ആയിട്ടാണ് എന്ത് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഈ വാസ്കുലർ ബണ്ടിൽസ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ വെയിൻസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ നമ്മളൊരു ഡൈക്കോട്ട് ലീഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ചെമ്പരത്തിയുടെ ഇലയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറെ വെയിൻസ് കാണുന്നുണ്ടാവും അല്ലെ. കുറെ വെയിൻസ് കാണുന്നുണ്ടാവും, ഇങ്ങനെ കുറെ ഉണ്ടാവും. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നെറ്റ് പോലെയാണല്ലോ ഇവിടെ വെയിൻസ് കാണുന്നത്. അപ്പോൾ ഈ വെയിൻസിന്റെ ഒക്കെ തിക്നെസ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ടാവും. എല്ലാം ഒരേ തിക്നെസ്സിലാണോ ഉണ്ടാവുക? അല്ല, വേരി ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പോ ആ തിക്നെസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസും എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ഈ വാസ്കുലർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്ത് ബണ്ടിൽ ഷീത്ത് സെല്ലുകൾ കാണുന്നുണ്ട് അല്ലെ. വാസ്കുലർ ബണ്ടിൽസിനെ സറൗണ്ട് ചെയ്ത് കാണുന്നുണ്ട് ബണ്ടിൽ ഷീത്ത് സെൽസ് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടെ ഡൈക്കോട്ട് ലീഫിന്റെ സ്ട്രക്ചർ നോക്കാം. അപ്പർ എപ്പിഡെർമിസ് ആൻഡ് ലോവർ എപ്പിഡെർമിസ്, then മീസോഫിൽ, then വാസ്കുലർ സിസ്റ്റം ഓർ വാസ്കുലർ ബണ്ടിൽസ്, ഇത്രയുമാണ് വരുന്നത്. ഈ അപ്പർ എപ്പിഡെർമിസിനെ നമ്മൾ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നും ലോവർ എപ്പിഡെർമിസിനെ നമ്മൾ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നും വിളിക്കുന്നു. ഈ രണ്ട് എപ്പിഡെർമിസിനെയും കവർ ചെയ്ത് എന്ത് കാണുന്നുണ്ട്? ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. പിന്നെ ലോവർ എപ്പിഡെർമിസിൽ അപ്പർ എപ്പിഡെർമിസിനേക്കാൾ കൂടുതൽ സ്ട്രൊമാറ്റ കാണപ്പെടുന്നുണ്ട്. മീസോഫിലിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പാരൻകൈമ സെൽസ് ആണ് കാണുന്നത്. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഈ പാരൻകൈമ സെൽസ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഡൈക്കോട്ട് ലീവ്സിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ. പാലിസൈഡ് പാരൻകൈമയും സ്പോഞ്ചി പാരൻകൈമയും. പാലിസൈഡ് പാരൻകൈമ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. അതിങ്ങനെ വെർട്ടിക്കലി പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്പോഞ്ചി പാരൻകൈമ എന്ന് പറയുന്നത് റൗണ്ട് ഓർ ഓവൽ ഷേപ്ഡ് സെൽസ് ആണ്. ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസസ് ഓർ എയർ കാവിറ്റീസ് ഇതിനിടയ്ക്ക് കാണപ്പെടുന്നുണ്ട്. അതായത് സെല്ലുകൾക്കിടയ്ക്ക്
കാണപ്പെടുന്നുണ്ട്. പിന്നെ വാസ്കുലർ ബണ്ടിൽസിൽ സൈലം ഫ്ലോയം ഇവ രണ്ടും വരുന്നുണ്ട്. ഈ വാസ്കുലർ ബണ്ടിൽസിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ വെയിൻസിന്റെ തിക്നെസ് മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. പിന്നെ ബണ്ടിൽ ഷീത്ത് സെൽസ് എവിടെ കാണുന്നു? ഈ വാസ്കുലർ ബണ്ടിൽസിനെ ചുറ്റി കാണുന്നു. ഇനി നമുക്ക് മോണോകോട്ടിലിഡൻസ് ലീഫുകളെ കുറിച്ച് നോക്കാം. മോണോകോട്ടിലിഡൻസ് ലീഫുകൾ ഐസോബൈലാറ്ററൽ ലീവ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അതിന്റെ രണ്ട് സർഫസും ഏകദേശം ഒരുപോലെയാണ് ഉള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, ഈ മോണോകോട്ട് ലീഫുകളുടെ അനാട്ടമി നോക്കുമ്പോൾ ഏകദേശം ഇത് ഡൈക്കോട്ട് ലീഫിന്റേത് പോലെ തന്നെയാണ്, എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ ഇവിടെയും അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് കാണപ്പെടുന്നുണ്ട്, മീസോഫിൽ കാണപ്പെടുന്നു, വാസ്കുലർ ബണ്ടിൽസ് ഒക്കെ കാണപ്പെടുന്നു. ഇവിടെയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഡൈക്കോട്ട് ലീഫുകളുടെ കാര്യം പറഞ്ഞപ്പോൾ താഴ്ഭാഗത്താണ് കൂടുതൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. ലോവർ എപ്പിഡെർമിസിലാണ് കൂടുതൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഐസോബൈലാറ്ററൽ ലീഫുകളിൽ രണ്ട് ഭാഗത്തും എന്ത് കാണുന്നുണ്ട്? സ്റ്റൊമാറ്റ കാണുന്നുണ്ട്. ബോത്ത് സർഫസിലും സ്റ്റൊമാറ്റ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മീസോഫിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിസൈഡ് പാരൻകൈമ എന്നും സ്പോഞ്ചി പാരൻകൈമ എന്നും ഡിഫറൻസിയേഷൻ ഇല്ല, രണ്ടാക്കി തിരിച്ചിട്ടില്ല. ഇവിടെ ഒരേ ടൈപ്പ് സെല്ലുകൾ തന്നെയാണ് ആ മീസോഫിലിൽ കാണപ്പെടുന്നത്. ഇവിടെ മോണോകോട്ട് ലീഫിന്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പർ എപ്പിഡെർമിസ് ഓർ അഡാക്സിയൽ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ് ഓർ അബാക്സിയൽ എപ്പിഡെർമിസ്. ഈ അഡാക്സിയൽ എപ്പിഡെർമിസിനെയും അബാക്സിയൽ എപ്പിഡെർമിസിനെയും കവർ ചെയ്ത് എന്ത് കാണുന്നുണ്ട്? ക്യൂട്ടിക്കിൾ കാണുന്നുണ്ട്. നമ്മൾ മുമ്പേ അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലെ. എന്നാൽ ഇവിടെയുള്ള വ്യത്യാസം എന്താണ്? രണ്ട് സർഫസിലും എന്ത് കാണുന്നുണ്ട്? സ്റ്റൊമാറ്റ കാണുന്നുണ്ട്. ബോത്ത് അപ്പർ ആൻഡ് ലോവർ സർഫസിലും എന്ത് കാണുന്നുണ്ട്? സ്റ്റൊമാറ്റകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ മീസോഫിൽ നോക്കുകയാണെങ്കിൽ ഈ മീസോഫിൽ ടിഷ്യൂല് ഒരേ ടൈപ്പ് സെല്ലുകൾ തന്നെയാണ് കാണപ്പെടുന്നത് അല്ലെ. നമുക്കിവിടെ പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ അങ്ങനെ ഡിഫറൻസിയേഷൻ കാണാൻ സാധിക്കുന്നില്ല. ഇനി ഇത് വാസ്കുലർ ബണ്ടിൽസ് ആണ് അല്ലെ. വാസ്കുലർ ബണ്ടിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സൈലമാണ് ഈ കാണുന്നത്, ഫ്ലോയം ഈ കാണുന്നതാണ്. ഗ്രാസസില് അഡാക്സിയൽ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന ചില സെല്ലുകളും വെയിൻസും കൂടെ ചേർന്ന് ലാർജ് എംപ്റ്റി കളർലെസ് സെല്ലുകളായിട്ട് മാറുന്നു. ഈ സെല്ലുകൾക്കും വെയിൻസിനും ഒക്കെ മോഡിഫിക്കേഷൻ സംഭവിച്ച് ലാർജ് എംപ്റ്റി കളർലെസ് സെല്ലുകളായിട്ട് മാറുന്നു. അവയാണ് നമ്മൾ ബുള്ളിഫോം സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അഡാക്സിയൽ എപ്പിഡെർമിസിലെ സെല്ലുകളാണ്, അതായത് അപ്പർ എപ്പിഡെർമിസിലെ സെല്ലുകൾ. അവയ്ക്ക് മോഡിഫിക്കേഷൻ സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? ബുള്ളിഫോം സെൽസ് ആയിട്ട് മാറുന്നു. ഈ ബുള്ളിഫോം സെൽസ് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് ടേർജ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് വെള്ളമൊക്കെ വന്ന് അബ്സോർബ് ചെയ്ത് ഇങ്ങനെ വീർത്തൊക്കെ നിൽക്കുന്ന ഒരു കണ്ടീഷനില്ല, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടീഷനില്ലേ, അങ്ങനെ ഒരു കണ്ടീഷനിലാണെങ്കിൽ ലീഫ് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ലീഫ് സർഫസ് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇനി വെള്ളമില്ലാത്തൊരു കണ്ടീഷൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി വെള്ളം ഇല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ ഫ്ലാസിഡ് ആണെന്ന് വിചാരിക്കുക. അതായത് വെള്ളമൊന്നും ഇല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമുക്ക് ദുർബലമായ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഈ ഫ്ലാസിഡ് എന്ന് പറയുന്നത്. അപ്പൊ വെള്ളം ഇല്ലാതെ ഇരിക്കുകയാണ് ഈ ബുള്ളിഫോം സെൽസിൽ വെള്ളമൊന്നും ഇല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ സെല്ലുകള് ലീവ്സിനെ കേളിയിപ്പിക്കുന്നു. അപ്പോ ചുരുണ്ടുകൂടി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ, വെള്ളം പുറത്തേക്ക് പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാനായിട്ട് വെള്ളമില്ലാത്ത സമയങ്ങളിൽ ഈ ലീവ്സ് ഇങ്ങനെ കേളിയായിട്ടിരിക്കുന്നു. അപ്പൊ കേളിയായിട്ടിരിക്കുന്നത് എപ്പോഴാണ്? വെള്ളമില്ലാത്തപ്പോഴാണ്. അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ നിവർന്ന് നന്നായി എക്സ്പോസ് ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ബുള്ളിഫോം സെൽസ് എവിടെ കാണുന്നുണ്ട്? ഗ്രാസുകളിൽ കാണപ്പെടുന്നുണ്ട്, ഓർ മോണോകോട്ട് ലീവ്സിൽ കാണപ്പെടുന്നുണ്ട്. അതെന്തിനാ സഹായിക്കുന്നത്? വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാനായിട്ട് ഈ ലീവ്സിനെ കേളിയിക്കാനാണ് ഇത് സഹായിക്കുന്നത്. ഇവിടെ മോണോകോട്ട് ലീവ്സില് ഏത് ടൈപ്പ് വിനേഷൻ ആണ്? പാരലൽ വിനേഷൻ ആണ് കാണിക്കുന്നത് അല്ലെ. ഈ വെയിൻസ് ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ വെയിൻസിനൊക്കെ ഏകദേശം ഒരേ സൈസ് ആയത് കൊണ്ട് തന്നെ അവയിൽ കാണപ്പെടുന്ന വാസ്കുലർ ബണ്ടിൽസിനും ഏകദേശം ഒരേ സൈസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നമുക്കറിയാം ഡൈക്കോട്ട് ലീഫുകളിൽ ഒരുപാട് വെയിൻസ് ഇങ്ങനെ നെറ്റ്വർക്ക് പോലെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെ. നെറ്റ്വർക്ക് പോലെ ചെറുതും വലുതുമായിട്ടുള്ള വെയിൻസ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഡിഫറെന്റ് സൈസിലുള്ള വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. നിങ്ങൾ ഒരു
ചെമ്പരത്തിയുടെയോ അല്ലെങ്കിൽ പ്ലാവിന്റെയോ മാവിന്റെ ഇലയും അതുപോലെ തന്നെ ഒരു ഗ്രാസിന്റെ ലീഫും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വിനേഷന്റെ വ്യത്യാസം മനസ്സിലാവും അല്ലേ? ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുന്നത് എന്താണ്? ഡോർസി വെൻട്രൽ ലീഫ് ആണ് അല്ലെ? ഡോർസി വെൻട്രൽ ലീഫ് എന്നും കൂടെ ഡൈക്കോട്ട് ലീഫ് അറിയപ്പെടുന്നുണ്ട്. മോണോകോട്ട് ലീഫ് എന്ന് പറയുന്നത് ഐസോ ബൈലാറ്ററൽ ലീഫ് ആണ്. ഇനി ഡൈക്കോട്ട് ലീഫുകളിൽ മീസോഫില് 2 ടൈപ്പ് വരുന്നുണ്ട് അല്ലെ? പാലിസൈഡ് പാരൻകൈമിയം വരുന്നു, അവിടെ സ്പോഞ്ചി പാരൻകൈമിയം വരുന്നു. എന്നാൽ മോണോകോട്ട് ലീഫുകളിൽ മീസോഫില് 2ആയി തിരിച്ചിട്ടില്ല. ദെൻ റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ് അവിടെ കാണുന്നത്. ഡൈക്കോട്ട് ലീഫുകളിൽ കാണുന്നത്. മോണോകോട്സിലാണെങ്കിൽ പാരലൽ വിനേഷൻ ആണ്. പിന്നെ ഡൈക്കോട്ട് ലീഫുകളിൽ ബുള്ളിഫോം സെൽസ് കാണുന്നില്ല. എന്നാൽ മോണോകോട്ട് ലീഫുകളിൽ എന്ത് കാണുന്നുണ്ട്? ബുള്ളിഫോം സെൽസ് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഡൈക്കോട്ട് ലീവ്സിൽ ലോവർ സർഫസിലാണ് കൂടുതൽ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത്. എന്നാൽ മോണോകോട്ട് ലീഫിൽ 2 സർഫസിലും സ്റ്റൊമാറ്റ കാണപ്പെടുന്നുണ്ട്. നമുക്കിനി ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബോർഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.